സോ ഹേ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലെക്ചർ നമ്പർ 37 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക. എന്ത് ബിൽഡിംഗ്? എന്തെങ്കിലും ബ്രിഡ്ജോ അല്ലെങ്കിൽ ഡാമോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ ഉണ്ടാക്കുക. ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ. ഇൻഫ്രാസ്ട്രക്ചർ ഇസ് സംതിങ് ദാറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ കൺട്രി. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ദോസ് ബേസിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഡിഫറെൻറ്റ് ഇക്കോണമിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർബൈ ഹെൽപ്പ് ഇൻ ദി ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. എങ്ങനെയാണ് ആൾക്കാർ സഹായിച്ച് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? ഒരു സ്കൂൾ നിർമ്മിച്ചു, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചു, ഒരു ഡാം നിർമ്മിച്ചു, ഒരു ഹോസ്പിറ്റൽ നിർമ്മിച്ചു. ഇതൊക്കെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്നുള്ള ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, ബസ്, ട്രെയിൻ എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി, ബാങ്കിങ് ഡെഫിനറ്റ്ലി, ഇൻഷുറൻസ്, ഇറിഗേഷൻ, കനാൽ ഇറിഗേഷൻ, പവർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസ്. ഇറിഗേഷൻ വെച്ചാൽ കനാൽ ഇറിഗേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫ്രീ ആയിട്ട് കിണറൊക്കെ വെല്ലൊക്കെ കുഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള അതിനെ പറയുന്ന ഒരു കുളം പോലെയൊക്കെ അവർ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ്, അതിനൊക്കെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻഷുറൻസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കൊക്കെ ഗവൺമെൻറ് ബാങ്ക്സൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ചെറിയ രീതിയിൽ പലിശ ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, ദീസ് ആർ ഓൾസോ നോൺ ആസ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഇറിഗേഷൻ, ഈ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ പറഞ്ഞ പോലെ കുളം, കിണറൊക്കെ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇറിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട്, ഗവൺമെൻറ് ബസ്, ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പവേഴ്സ് വെച്ചാൽ ഇലക്ട്രിസിറ്റി, എനർജി, റിന്യൂവബിൾ എനർജീസും കാര്യങ്ങളൊക്കെ. കമ്മ്യൂണിക്കേഷൻ. സോ ഇതൊക്കെയാണ് ഇക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സാനിറ്റേഷൻ, വാട്ടർ സപ്ലൈ, ഹൗസിംഗ് ഒക്കെയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സസ് എന്താണ്? ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ദ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻ്റർആക്റ്റീവ് benchmarking tool created to help countries identify the challenges and opportunities they face in their performance on trade, logistics and what they can do to improve their performance. ഇതൊരു ഇൻഡെക്സ് ആണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. എല്ലാ രാജ്യങ്ങളിലും ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കും എവിടെയാണ് ട്രേഡും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചുകൊണ്ടുള്ളത്, അതിനെങ്ങനെ ബെറ്റർ ആക്കാം, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ആ ചാലഞ്ചസിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടാണ്. ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദ വേൾഡ് ബാങ്ക്. ഇത് റിലീസ് ചെയ്ത് വേൾഡ് ബാങ്ക് ആണ്. The LPI 2018 allows for the comparison across 160 countries. 160 രാജ്യങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കും നമ്മുടെ ട്രേഡിൽ എവിടെയാണ് പഴിച്ചു പോയിട്ടുള്ളത്, നമുക്ക് എങ്ങനെ ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം, എങ്ങനെ കുറച്ചും കൂടി എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടി ഇമ്പോർട്ട് ചെയ്യാം, അതൊക്കെ മനസ്സിലാക്കുന്ന ഇൻഡിക്കേറ്ററാണ്, ഒരു സോഷ്യൽ ഇൻഡിക്കേറ്ററാണ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. ഇൻ്റർനാഷണൽ സ്കോർ കാർഡ് എന്താണ്? ഇൻ്റർനാഷണൽ സ്കോർ കാർഡ് എന്ന് വെച്ചാൽ യൂസസ് 6 key dimensions to benchmark countries' performance and also displays the derived overall LPI index. ഓവറോൾ LPI ഇൻഡെക്സ് മനസ്സിലാക്കാനായിട്ട് 6 കീ ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 6 കീ ഡയമെൻഷൻസ്, അതാണ് ഇൻ്റർനാഷണൽ സ്കോർ കാർഡ്. ഇത് ഓൾസോ അലോസ് കമ്പാരിസൺ വിത്ത് ദ വേൾഡ്, ലോകം മൊത്തം ഗ്ലോബലി കമ്പയർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്കോർ കാർഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബേസിക്കായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞിട്ടില്ല, ഇനിയും ടോപ്പിക് ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കും, മനസ്സിലാക്കും.